ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. 1 കിലോ ബീഫിനെ കൊണ്ടാണ് ഞാനിവിടെ ബിരിയാണി വെക്കുന്നത്. 1 കിലോ ബീഫിക്ക് 3 കപ്പ് റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൈസിനെക്കാട്ടിലും കൂടുതലായിരിക്കണം ബീഫ്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ കാണിക്കുന്നത്. 5 പച്ചമുളക്, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം, 10 വെളുത്തുള്ളിൻ്റെ അല്ലി നടുക കീറിയെടുത്തതാണ് ഞാൻ. ഇനി ഇതെല്ലാം ഒരു മീഡിയം ലെവലിൽ ചതച്ചിട്ടെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചതച്ചിട്ടെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ക്ലീൻ ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നീട് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചതെല്ലാം ഇതിൽ ചേർക്കുക. ദെൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ 1/4 കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് മീൻസ് നമ്മളെ സാധാരണ ഗ്ലാസിൻ്റെ ഒരു പകുതിയേറ്റ് വരും. അങ്ങനെ 1/4 കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. കൈകൊണ്ട് മിക്സാക്കി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ സ്പൂണിനെ കൊണ്ടാണ് മിക്സാക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ 5 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സ്ലൈസ് ചെയ്ത സവാള എല്ലാം നമുക്ക് പൊരിച്ചിട്ടെടുക്കണം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് മുന്തിരിയൊക്കെ വറുത്തിട്ടെടുക്കണം. എൻ്റെ അടുത്ത് കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് പൊള്ളച്ച് വന്നിട്ടുണ്ട്. പൊള്ളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. പിന്നെ കൂടുതൽ ടൈം വെച്ചാൽ നമ്മളെ മുന്തിരി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ മുന്തിരിയെല്ലാം വീർത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 2 കട്ടായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിത് 2 ആക്കിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പകുതി സവാള ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ സവാള ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതുപോലെ തന്നെ ഇനി ബാക്കി വന്ന സവാളയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ഇതിൽ ഇറങ്ങി വന്ന വെള്ളം കൊണ്ട് തന്നെ ബീഫ് വെന്ത് വരണം. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഉണ്ടായല്ലോ, അതിൻ്റെ പകുതി ഓയിൽ ഈ കുക്കർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം 3 ഇഞ്ച് നീളമുള്ള പട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 6 ഏലക്കയും ഇതുപോലെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 10 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ട് 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് കുക്കർ മൂടി 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പ്രഷറെല്ലാം തനിയെ പോയതിന് ശേഷം നമ്മൾ കുക്കറിന് മൂടി തുറന്നാൽ നമ്മളെ റൈസ് പാകത്തോയായിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് നമ്മളെ ബീഫൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കർ ചെറുതായതുകൊണ്ട് അതിൽ ദം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ബീഫ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ബാക്കിയുണ്ടെങ്കിലോ ആ ഓയിൽ ബീഫിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയിൽ നിന്ന് പകുതി സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുതിനയില, 1/2 കപ്പ് പുതിനയില, അതിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ബീഫിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടിട്ട് ഇനി നമ്മൾ റൈസ് ആയിക്കണോ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റൈസ് 3/4 വേവായിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് ദമ്മിടുമ്പോൾ ആവും. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫിൻ്റെ മുകളിൽ ഞാൻ ഒരു വായൻ്റെല വെച്ച് കൊടുക്കുന്നുണ്ട്. വായൻ്റെല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീഫിൻ്റെ മുകളിൽ തന്നെ റൈസ് ഇട്ട് കൊടുത്ത് അങ്ങനെ ദമ്മിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പകുതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക.
വീണ്ടും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ദെൻ ബാക്കി വന്ന റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ റൈസും ഇട്ടെടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുന്തിരിയും സവാളയും പിന്നെ മല്ലിയിലും പുതിനയിലും ഇട്ടെടുത്തിട്ട് മൂടിയിട്ട് ഒരു വെയിറ്റിന് വേണ്ടി എന്തെങ്കിലും വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്കിനി സെർവ് ചെയ്യാൻ നേരത്തെ എടുത്താൽ മതി. അപ്പം ഞാനിത് എടുക്കുന്നത് അരമണിക്കൂറിന് ശേഷമാണ്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് നമ്മൾ ദമ്മ് പൊട്ടിക്കാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയുക എനിക്ക് ബീഫ് ബിരിയാണി വളരെ ഇഷ്ടം കുറവാണ്. ബിരിയാണിയിൽ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതുപോലെ ബീഫ് ബിരിയാണി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ